ചോദ്യം ഇതാണ്, y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 8 ആണ് എങ്കിൽ y ഈസ് ടു എക്സിന്റെ വില കാണണം. മക്കളെ ഇവിടെ ഒരു ബ്രാക്കറ്റും കൂടെ കൊടുത്തേക്കാം. ഇത് നമ്മൾ പഠിച്ചതുപോലെ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഫോർമാറ്റ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഫോർമാറ്റ. ഇങ്ങനെ വന്നാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ചെയ്യണം എന്നല്ലേ പഠിച്ചേ? അങ്ങനെയാണെങ്കിൽ ഞാൻ 8 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കണം അല്ലെ. 8 ഇൻറ്റു വൈ മൈനസ് എക്സ് ഈക്വൽ ടു, ഇനി എക്സ് ഇൻറ്റു 3 അല്ലേ ചെയ്യണ്ടേ? 3 ഇൻറ്റു എക്സ് അല്ലെ. ഈ 8 അകത്തേക്ക് ഗുണിക്കുമ്പോൾ 8 ഇൻറ്റു വൈ 8y മൈനസ് 8 ഇൻറ്റു എക്സ് 8x ഈക്വൽ ടു 3x എന്ന് വരും. ശരിയാണോ മക്കളെ? ഈ 8x സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 8y ഈസ് ഈക്വൽ ടു 3x പ്ലസ് 8x എന്ന് വരും. അത് 11x ആണ്. 8y ഈക്വൽ ടു 11x ആണ്. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഞാൻ സൈഡിൽ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കുന്ന അത്, എന്നാലും ജസ്റ്റ് ഇവിടെ കേട്ടു. 3a ഈസ് ഈക്വൽ ടു മക്കളെ 3a ഈസ് ഈക്വൽ ടു 2b. 3a ഈസ് ഈക്വൽ ടു 2b. ഈ ഫോർമാറ്റിൽ ഒരു കണക്ക് തന്നിട്ട് a ഈസ് ടു ബി എത്രയാണെന്ന് ചോദിച്ചാൽ, കണ്ടോ 3a ഈസ് ഈക്വൽ ടു b, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് a ഈസ് ടു ബി ചോദിച്ചാൽ a കാണാൻ നിങ്ങൾ a അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് എടുക്കുക. ബാക്കി 2 അല്ലേ, അതാണ് എയുടെ റേഷ്യോ. b കാണാൻ നിങ്ങൾ b അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് എടുക്കുക, അത് 3 അല്ലേ, അതാണ് ബിയുടെ റേഷ്യോ. അപ്പൊ a ഈസ് ടു ബിയുടെ വില 2:3 എന്ന് കിട്ടും. അടുത്തതൊന്ന് ശ്രദ്ധിച്ചേ 5c ഈക്വൽ ടു 2d. 5c ഈക്വൽ ടു 2d ഇങ്ങനെ തന്നിട്ട് c ഈസ് ടു d നമ്മളോട് ചോദിച്ചാൽ ചെയ്യാൻ, കണ്ടോ ഞാൻ പറഞ്ഞ പോലെ സിയുടെ റേഷ്യോ ആണ് c മൂടി വെക്കുക, ഓപ്പോസിറ്റ് ഉള്ള എടുക്കുക 2. ഡിയുടെ റേഷ്യോ ആണ് d മൂടി വെക്കുക, ഓപ്പോസിറ്റ് ഉള്ള എടുക്കുക 5. അപ്പൊ അതേ ടെക്നിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ മേലെ മക്കളെ. ഇവിടെ 8y ഈസ് ടു ഈക്വൽ ടു 11x ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം y ഈസ് ടു x. y ഈസ് ടു x കാണാനാ ചോദ്യം. അപ്പൊ y കാണാൻ yയുടെ ടൈം മൂടി വെക്കുക, ബാക്കി 11. ഈസ് ടു x കാണാൻ x-ന്റെ ടൈം മൂടി വെക്കുക, ബാക്കി 8. ചെയ്തത് പക്കയാണോ? നല്ല ക്ലിയർ ആണോ?